ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ വൻ മുന്നേറ്റത്തിൽ ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞുവെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും എൻഡിഎയുടെ സംഘടനാ സ്വാധീനവും സ്ഥാനാർത്ഥിയുടെ മികവുമാണ് സിപിഎം കോൺഗ്രസ് വോട്ടുകളെ എൻഡിഎ പക്ഷത്തേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളുടെയും കേഡർമാരുടെയും വോട്ടുകൾ ഇത്തവണ ബിജെപിക്ക് ലഭിച്ചത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴയിൽ എൻഡിഎക്ക് ലഭിക്കാൻ പോകുന്ന മഹാവിജയത്തിന്റെ സൂചനയാണെന്നും എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. ബിജെപി ആലപ്പുഴ ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആബാലവൃദ്ധൻ ജനങ്ങളും നമ്മളോടൊപ്പമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മതന്യൂനപക്ഷ വിഭാഗങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു കാലയളവാണ്. നമ്മുടെ പഴയ വോട്ട് ബാങ്കിൽ നിന്ന് ഒരുപാട് ഘടകങ്ങൾ പുതിയതായി നമ്മളോടൊപ്പം ഒത്തുചേർന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഞാൻ കാണുന്നത് എല്ലാ പിന്നോക്ക ജനവിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികളായ ആളുകൾ, കർഷക തൊഴിലാളികളായ ആളുകൾ, തെങ്ങേറ്റ തൊഴിലാളികളായ ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികളായ ആളുകൾ, പാവപ്പെട്ട മുഴുവൻ ആളുകൾ, ആബാലവൃദ്ധ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് നമുക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ അത് ഗൗരവമായി വിലയിരുത്തുകയും ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത് നിലവിലുള്ള സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി നരേന്ദ്രമോദി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും കേന്ദ്ര സർക്കാരും അതിനോടൊപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു വന്ന പിന്നാക്ക പട്ടികജാതി ജനവിഭാഗത്തിനിടയിൽ നിന്നും ബിജെപിക്ക് അനുകൂലമായ ചരിത്രമാറ്റത്തിന് വഴിയൊരുക്കിയതിനു പിന്നിൽ ആശയപരമായ മാറ്റമാണ് സംഭവിച്ചതെന്ന് ജില്ലാ നേതൃയോഗം വിലയിരുത്തി. ബിജെപി ജില്ലാ പ്രസിഡന്റ് എം.വി. ഗോപകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ, ദേശീയ കൗൺസിൽ അംഗം വെള്ളിയാകുളം പരമേശ്വരൻ, ദക്ഷിണ മേഖലാ വൈസ് പ്രസിഡന്റ് ബി കൃഷ്ണകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. സാന്ത്വന പരിചരണത്തിന് പുതിയ സേനയുമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. പരിശീലനം പൂർത്തിയാക്കിയ 220 പേർ ഇനി വീടുകളിലെത്തി കിടപ്പ് രോഗികളെ പരിചരിക്കും. കിടപ്പിലായ 100 കണക്കിന് രോഗികൾക്ക് സാന്ത്വനത്തിന്റെ സ്നേഹസ്പർശമാകാൻ 220 പേരുടെ സേനയെ സജ്ജമാക്കിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. സാന്ത്വന പരിചരണം ആവശ്യമുള്ള രോഗികളെ ഇവർ വീട്ടിലെത്തി പരിചരിക്കും. പരിശീലനം പൂർത്തിയാക്കിയ സേനയുടെ പാസിംഗ് ഔട്ട് പരിപാടിയുടെ ഉദ്ഘാടനവും അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി നിർവഹിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സേന രൂപീകരിക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഈ പാലിയേറ്റീവ് സേനയെ ഇന്ന് നമ്മളിപ്പോൾ പാസിംഗ് ഔട്ട് പരേഡ് വെച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ പറഞ്ഞാലും മാസത്തിനൊരു വട്ടം പാലിയേറ്റീവ് രോഗികളെ ഡോക്ടർമാരുമായിട്ട് പോയി കാണും. അതൊരു വല്ലാത്ത, ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ഭൂരിപക്ഷം 10-20 വർഷമായിട്ട് ഓരോ ഘട്ടത്തിലും വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം എനിക്ക് തോന്നുന്നു ഈ പാലിയേറ്റീവ് മേഖലയിൽ ഞങ്ങളുടെ ഇടപെടലാണ്. ഞങ്ങൾ അത്ര ശ്രദ്ധിച്ച് പാലിയേറ്റീവ് മേഖലയിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ വിശപ്പ് രഹിത മാരാരിക്കുളം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 450ഓളം പേർക്ക് കൃത്യമായിട്ട് ഉച്ചഭക്ഷണം പൊതിഞ്ഞ് വീടുകളിൽ 2 നേരത്തേക്കുള്ള ഭക്ഷണം പൊതിഞ്ഞ് വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന പോലെ ചെറിയ ഇത് ലേബർ ഓഫീസറുമായിട്ട് കൂടി ചർച്ച ചെയ്ത വിഷയമുള്ളതുകൊണ്ടാണ് ഇന്ന് പ്രശ്നപ്പെടുത്താത്തത്. ഞങ്ങൾ ലേബർ ഓഫീസറുമായിട്ട് ഒരു വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ലേബർ ഓഫീസറെ കൂടി എത്തിക്കൊണ്ട് ആ തുക തീരുമാനിക്കേണ്ടതാണ്. വെറുതെ നമ്മൾ 2000 തരാൻ പോകാൻ. സംസ്ഥാന സർക്കാർ കുടുംബശ്രീയിലൂടെ പാലിയേറ്റീവ് പദ്ധതി രൂപീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ആലപ്പുഴ ജില്ല സംസ്ഥാനത്തിന് മാതൃകയാവുകയാണ്. പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് നഴ്സുമാരെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തുമെന്നും കെ.ജി. രാജേശ്വരി വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അംഗങ്ങൾക്ക് സാന്ത്വന പരിചരണ പരിശീലനം നൽകിയത്. ജില്ലയിലെ 12 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് 10ാം ക്ലാസ് പാസ്സായ 50 വയസ്സിന് താഴെയുള്ളവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. 2 മണിക്കൂർ ഉച്ചവരെ, ഒരു പകൽ മുഴുവൻ, പകലും രാത്രിയും എന്നിങ്ങനെ സമയക്രമം തിരിച്ചാണ് സേവനം നൽകുന്നത്. ഓരോ സേവനത്തിനും നിശ്ചിത തുകയും നിശ്ചയിച്ചിട്ടുണ്ട്. ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള സമിതിയുടെ നിയന്ത്രണത്തിലാണ് സാന്ത്വന പരിചരണ സേന പ്രവർത്തിക്കുക. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.എസ്. താഹ അധ്യക്ഷനായി. അംഗങ്ങളായ ആർ. റിയാസ്, ബിനു ഐസക് രാജു, ഹേമലത മോഹൻ, ഗീതാ ബാബു, DMO ഡോക്ടർ ജമുന വർഗീസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആർ. ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിൽ നിന്നും അനുവദിച്ച പമ്പ് സെറ്റ് തുടർച്ചയായി പണിമുടക്കുന്നത് മൂലം രണ്ടാം കൃഷി പ്രതിസന്ധിയിലെന്ന് പരാതി.
നെടുമുടി കൃഷിഭവന് കീഴിലെ പൊങ്ങ പാടശേഖരത്തിലെ കർഷകരാണ് പാടശേഖരത്തെ വെള്ളം വറ്റിക്കാനാവാതെ വിഷമിക്കുന്നത്. താൽക്കാലികമായി 30 HP പമ്പ് എത്തിച്ചെങ്കിലും ഇത് പ്രയോജനം ചെയ്യുന്നില്ലെന്ന് കർഷകർ പറയും. 360 ഏക്കർ വരുന്ന നെടുമുടി പൊങ്ങ പാടശേഖരത്തിലെ പുഞ്ചകൃഷിയുടെ വിളവെടുപ്പ് മാർച്ച് 28-ന് പൂർത്തീകരിച്ചതാണ്. തുടർന്ന് രണ്ടാം കൃഷിക്കായി ഏപ്രിൽ 5-ന് സർക്കാരിൽ നിന്നും അനുവദിച്ച 60 HP പമ്പ് സെറ്റ് ഉറപ്പിച്ച ശേഷം പാടത്ത് വെള്ളം കയറ്റി. മെയ് 1-ന് മോട്ടോർ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. വെള്ളം പൂർണ്ണമായും വറ്റാൻ 37 ദിവസമെടുത്തു. ഇതിനിടയിൽ 3 തവണ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് പമ്പ് മാറ്റിവെക്കേണ്ടി വന്നതായി കർഷകർ പറയുന്നു. സാധാരണഗതിയിൽ 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 12 ദിവസം കൊണ്ട് പൊങ്ങപ്പാടം വെള്ളം പറ്റുന്നതാണ്. ഇത് 37 ദിവസമായിട്ടും പാടം പറ്റിയില്ല. അത് ആദ്യം വെച്ച പമ്പ് അത് കേടായിപ്പോയി. അതിനുശേഷം വീണ്ടും കൊണ്ടുവച്ച് 25 ദിവസത്തിന് ശേഷമാണ്. അത് ഞങ്ങളെ കളിപ്പിക്കുകയായിരുന്നു. 25 ദിവസം വരെ ഇത് ഓടി പാസ്സായിട്ടേ സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങളത് വിശ്വസിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അത് കൂട്ടി 1 മണിക്കൂർ വർക്ക് ചെയ്തത് കേടായിപ്പോയി. വീണ്ടും അവർ 3-ാം ദിവസം അത് കൊണ്ട് തന്നു വെച്ച് അതൊരു 15 ദിവസം ഓടിയതിന് ശേഷം അതും കേടായിപ്പോയി. ഇപ്പം 3-ാമത്തെ പമ്പാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ആ പമ്പും കേടായിരിക്കുകയാണ്. ഞങ്ങളെ പാടം വിത തുടങ്ങി ഈ വെള്ളം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആ വിത നശിക്കും. ബാക്കിയുള്ളവർക്ക് വിതയ്ക്കാൻ പറ്റിയില്ല. പൊങ്ങ പാടശേഖരത്തിൻ്റെ അവസ്ഥ ഇതാണ്. നിലം വൃത്തിയാക്കിയ ശേഷം ജൂൺ 15-ന് വീണ്ടും വെള്ളം കയറ്റി. 21-ന് മോട്ടോർ നടത്തിയെങ്കിലും പമ്പ് പിന്നെയും കേടായി. ഉയർച്ച താഴ്ചയുള്ള പാടശേഖരമാണിത്. പൊക്കമുള്ള ഭാഗങ്ങളിൽ വിതച്ചുവെങ്കിലും താഴ്ച ഭാഗത്ത് ഇതുവരെയും വിതയ്ക്കാനായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കർഷകരുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി 30 HP 2 പമ്പുകൾ എത്തിച്ചെങ്കിലും ഇതും മതിയാകില്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. പക്ഷേ ഈ പമ്പ് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ 4-5 പ്രാവശ്യം എന്നും കംപ്ലയിൻ്റ്. ഇവിടുത്തെ ഭരണസമിതിക്ക് ഇരിക്കാൻ നേരെയില്ലാത്തൊരവസ്ഥയാണ്. കൃഷിക്കാർ ഇപ്പോഴും കംപ്ലയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. വെച്ചാൽ ഒന്നെങ്കിൽ ഇത് ഓടത്തില്ല. അവർ വന്ന് എന്തെങ്കിലും ഒരു നട്ട് കൊടുക്കും, പിന്നെ അത് കംപ്ലയിൻ്റ് ആവും. പിന്നെ 4-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ മോട്ടർ പുതിയത് വെക്കും. ഇപ്പം 5-ാമത്തെ വെക്കാൻ പോവുക. 5-ാമത്തെ ഇന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന 6 ഇഞ്ച് പൈപ്പുള്ള ഒരു മോട്ടർ, 2 മോട്ടറുകൾ 6 ഇഞ്ച് പൈപ്പിൽ കൂടെ വെള്ളം തള്ളിയാൽ ഈ പറയുന്ന 350 ഏക്കർ 140 ഏക്കർ ഈ ബ്ലോക്കിൽ തന്നെ 330 ഏക്കറുണ്ട്. 2 മോട്ടർ പെട്ടത്തറയാണ്. അത് ഈ ഒരു റോഡുണ്ട്. റോഡിനപ്പുറയാണ് 160-170 ഏക്കർ വെള്ളം വലിയുന്നത്. ബാക്കിയുള്ള വെള്ളം വലിയേണ്ടത് ഇങ്ങോട്ടാണ്. ഇവിടെ 140 ഏക്കറോളം വെള്ളം വലിയേണ്ടടുത്ത് ഈ 6 ഇഞ്ച് ഓസിനകത്തൂടെ തള്ളിയാൽ എന്ത് തള്ളാനാണ്? ഞങ്ങളാണെങ്കിൽ പകുതി പേര് വിത്ത് കെട്ടി, പകുതി പേര് വിതച്ചു. ആ പരുവത്തിലേക്കാണ് ഇപ്പം കുറച്ച് പേര് വിതയ്ക്കാൻ നിൽക്കുന്നത്. ആ പാട് പ്രതിസന്ധിയില്ല. എന്തായാലും ഈ പമ്പ് വെച്ചുകൊണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തായാലും ബഹുമാന്യ സർക്കാരോ കൃഷി വകുപ്പോ ഇടപെട്ട് ഞങ്ങളുടെ കൃഷി ദോഷമില്ലാത്ത രീതിയിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിത്ത് സംരക്ഷിക്കുന്നതിനും വിതയ്ക്കുന്നതിനും വേണ്ടി ഉള്ള സംവിധാനം ചെയ്യണം. ഞങ്ങളൊക്കെ കർഷകർ ഈ മേഖലയിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. 4 ബ്ലോക്കുകളായുള്ള പാടശേഖരത്തിൽ 8 കിലോമീറ്റർ ചുറ്റളവിൽ 50 HP 60 HP 2 മോട്ടോർ തറകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വെള്ളം പൂർണ്ണമായും വറ്റിക്കാനാവുന്നില്ലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. താൽക്കാലികമായി എത്തിച്ച 30 HP പമ്പുകൾക്ക് 6 ഇഞ്ച് വ്യാസമുള്ള പൈപ്പാണുള്ളത്. ഇതിലൂടെ പമ്പിംഗ് നടത്തി സമയബന്ധിതമായി വെള്ളം വറ്റിക്കാൻ സാധിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. 250-ലേറെ കർഷകരാണ് പൊങ്ങ പാടശേഖരത്തിലുള്ളത്. കൃഷി പ്രതിസന്ധിയിലാണെന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വിത്ത് ഗുണം 10 ഗുണമെന്നാണല്ലോ ചൊല്ല്. വിത്തിൽ പിഴച്ചാൽ പിന്നെ വിളവിൻ്റെ കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ. നെടുമുടി കൃഷിഭവൻ പരിധിയിൽ മുട്ടനാവരി പാടശേഖരത്തിൽ സർക്കാർ നൽകിയ നെൽവിത്ത് കിളിർക്കുന്നില്ലെന്ന പരാതിയുമായി കർഷകർ രംഗത്ത്. ഗുണമേന്മയുള്ള നെൽവിത്ത് കർഷകർക്ക് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞ അധിക ദിവസമാകുന്നതിനു മുമ്പേ കിളിർക്കാത്ത നെല്ല് കിട്ടിയതിന്റെ അങ്കലാപ്പിലാണ് നെടുമുടി മുട്ടനാവരി പാടശേഖരത്തിലെ കർഷകർ. സർക്കാർ നൽകിയ നെൽവിത്തിൽ 20% താഴെ കിളിർത്തിട്ടുള്ളൂ എന്നാണ് പരാതി. കറവലും തടിമങ്കുമാണ് അധികവുമെന്ന് ഇവിടെ എത്തിയ നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികളും പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കൃഷി വകുപ്പിന്റെ കർഷകരോടുള്ള ആത്മാർത്ഥതയാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്. 200 ഏക്കറുള്ള ഒരു പാടശേഖരം, നെൽ പകുതിയിലധികം ആളുകൾ വിത്ത് കെട്ടി വിതയ്ക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. കുറെ ആളുകൾ വിതച്ചു. ഈ 13 മോയ്സ്ചർ റീഡിംഗ് ഉള്ള നെൽവിത്ത് ഏകദേശം 20 മണിക്കൂറിനോളം അടുത്ത് ഇവർ വെള്ളത്തിലിട്ടിട്ടാണ് ഈ ഇത്രയും ഈ 7 നെൽമണികൾ 32 എണ്ണത്തിൽ കിളുത്തിരിക്കുന്നത്. പതിര് പോലും പിടിക്കാതെ നേരെ കർഷകരിൽ നിന്ന് കിട്ടിയ നെല്ല് വിത്തെന്ന വ്യാജേന കർഷകർക്ക് നൽകി കർഷകരെ കബളിപ്പിക്കുകയാണ്, ചതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണോ കാര്യക്ഷമത എന്ന് പറയുന്നത്? ഏകദേശം 1,12,000 കർഷകർ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് ഈ കൃഷി മേഖല ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം വന്നു. സംസ്ഥാന ഗവൺമെന്റ് ഈ ഒരു വിഷയം അടിയന്തരമായി പ്രാധാന്യം നൽകി ചിന്തിക്കണം. കേവലം അസത്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഈ കർഷകരെ ചേർത്ത് പിടിക്കണം. വളരെ വലിയൊരു ജനവിഭാഗമാണ് ഇതിനെ ഉപജീവനമായി കണ്ടിരിക്കുന്നത്.
ഞങ്ങളുടെ പരിദേവനങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഗവൺമെന്റിന് നേരിടേണ്ടി വരും. കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കുട്ടനാട്ടിലെ കർഷകർ പലരും കൃഷി ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഗുണനിലവാരമില്ലാത്ത വിത്ത് വിതച്ചാൽ കൊയ്തെടുക്കുന്ന നെല്ലിന്റെ കാര്യം എന്താവുമെന്ന് ഇപ്പോൾ തന്നെ ഊഹിക്കാമെന്നും കർഷകർക്ക് നല്ല നെല്ലുവിത്ത് നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികളായ സോണിച്ചൻ പുളിങ്ങുന്ന്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, ജോൺ സി ടിറ്റോ എന്നിവർ ആവശ്യപ്പെട്ടു. പെൻഷൻ പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ട്രഷറിയിലേക്ക് മാർച്ചും വിശദീകരണ യോഗവും നടത്തി. അസോസിയേഷൻ ആലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സമര പരിപാടി. പെൻഷൻ പരിഷ്കരണം സംബന്ധിച്ച യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രകടനവും ജില്ലാ പെൻഷൻ ട്രഷറിക്ക് മുന്നിൽ വിശദീകരണ യോഗവും നടത്തിയത്. നിരവധി പെൻഷൻകാർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ചെയ്യേണ്ട ഏറ്റെടുക്കേണ്ട കൃത്യമായ നിയമപരമായ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്ന ഗതികെട്ട അവസ്ഥ ഇന്നത് പൂർത്തീകരിക്കും 5 വർഷം കഴിയുക. നോക്കൂ, ഇത്ര നിരുത്തരവാദപരമായ നെറികെട്ട ഒരു നാറിയ ഭരണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അവരുടെ ദൂർത്തിനും അവരുടെ ആഡംബരത്തിനും ഭരണകർത്താക്കളുടെ അവശ്യ വസ്തുക്കൾക്കെല്ലാം അവരുടെ ആഡംബര കാര്യങ്ങൾക്കും ഒരു തടസ്സമില്ലാതിരിക്കുമ്പോൾ പെൻഷൻകാർ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ അവരുടെ കണക്കെടുത്ത് മരണപ്പെട്ടവരുടെ സംഖ്യ എടുത്താൽ ദുരന്തം മൂലം സാമ്പത്തിക ഞെരുക്കം മൂലം ഉള്ളവരുടെ കണക്കെടുത്താൽ അത് 1 ലക്ഷത്തിലധികം വരുമെന്നാണ്. നോക്കൂ, 19% എന്താ DR കുടിശ്ശിക കിടക്കുകയാണ്. ഏത് കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്? 1957 മുതലുള്ള ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ നമ്മളൊന്ന് നോക്കൂ. ഇങ്ങനെ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഏത് ഭരണത്തിൽ? കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് A. ജലീൽ അധ്യക്ഷനായി. വിചാർ വിഭാഗ് സംസ്ഥാന കമ്മിറ്റി അംഗം KG സാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സേതു രവി, P. സോമരാജ്, PC തങ്കച്ചൻ, ജോസഫ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭ 20, 14 വാർഡുകളുടെ പൊതു റോഡായ സദനം റോഡ് തകർന്ന് തരിപ്പണമായി 1 വർഷം പിന്നിട്ടിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി ആരോപണം. റോഡിന്റെ നവീകരണം ആവശ്യപ്പെട്ട് BJP ചങ്ങനാശ്ശേരി ടൗൺ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി സൂചനാ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ബിജെപിയുടെ പ്രതിഷേധം. റോഡ് നന്നാക്കുക. നാളുകളായി പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡ് നന്നാക്കുക. നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനയാത്രക്കാർ വീണ് പരിക്കേറ്റിട്ടും അപകടങ്ങൾ വർദ്ധിച്ചിട്ടും നടപടിയില്ലെന്നാണ് പരാതി. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡ് പുനരുദ്ധാരണം നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നഗരസഭയിൽ പലതവണ പരാതി നൽകിയതായി BJP പ്രവർത്തകർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് BJP ചങ്ങനാശ്ശേരി ടൗൺ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി സൂചനാ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടിയിലേക്ക് നീങ്ങുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത കർഷക മോർച്ച കോട്ടയം ജില്ലാ ഉപാധ്യക്ഷൻ P. സുരേന്ദ്രനാഥ് പറഞ്ഞു. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ 20-ാം വാർഡിന്റെ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഈ ശോച്യാവസ്ഥ തുടരുകയാണ്. പല പ്രാവശ്യം കൗൺസിലറോടും മുനിസിപ്പാലിറ്റിയിലും ഞങ്ങൾ നിരന്തരമായി പരാതിപ്പെട്ടിട്ട് പോലും ഈ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് അധികൃതരിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന്റെ പേരിൽ BJP ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര രംഗത്തേക്ക് ഞങ്ങൾ കടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ചു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു മുനിസിപ്പാലിറ്റി അധികൃതരോടും കൗൺസിലറോടും. BJP ടൗൺ ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് PV അനിൽ ബാബു, ന്യൂനപക്ഷ മോർച്ച ചങ്ങനാശ്ശേരി മണ്ഡലം കൺവീനർ സാജൻ കുരിശിങ്കൽ പറമ്പിൽ, ഏരിയ ജനറൽ സെക്രട്ടറി S. ശ്രീകുമാർ, ബൂത്ത് പ്രസിഡന്റുമാരായ KR മധുസൂദനൻ നായർ, G. രാജേന്ദ്രപ്രസാദ് എന്നിവർ സമരപരിപാടിക്ക് നേതൃത്വം നൽകി. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പെരുന്ന മന്നം നഗർ റെസിഡൻസ് അസോസിയേഷനും നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. ചങ്ങനാശ്ശേരി മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി തൃക്കൊടിത്താനം മണികണ്ഠ വയലിൽ പുഷ്പകൃഷിക്ക് തുടക്കമായി. ജോൺ പാറയിൽ ഗ്രന്ഥാലയം, കതിർ കർഷക ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ഓണം വിപണി ലക്ഷ്യമിട്ടാണ് ചെണ്ടുമല്ലിപ്പൂ കൃഷി ആരംഭിച്ചത്. തൈനടിയിലിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത സുരേഷ് നിർവഹിച്ചു. അതിൻ്റെതായ ഒരു
ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ പ്രതിസന്ധികളും അവിടെ ഉണ്ടാകും. അതിനുശേഷം നമ്മളിത് നടത്തും പൂ പറിച്ച് ഇലക്ഷനും വന്നു. അപ്പോൾ അതിനെ കൂടുതലും ജനപ്രതിനിധികൾക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ അതിലുള്ളവർക്ക് ശ്രദ്ധിക്കാനും ഒന്നും കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ നമ്മളെ പ്രതികൂലമായി തന്നെ ചതിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലാസ് വന്നത് കേട്ടോ. ഈ 2 വിരലുകൊണ്ട് ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് TK സുനിൽ അധ്യക്ഷനായിരുന്നു. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ രവീന്ദ്രൻ, കുടുംബശ്രീ CDS അംഗം ബീന പ്രസാദ്, വായനശാല സെക്രട്ടറി രഞ്ജിത് രവീന്ദ്രൻ, ഭരണസമിതി അംഗം സരസമ്മ കൊടൂർ, കതിർ ക്ലബ്ബ് പ്രസിഡന്റ് നിഷ വി ദേവൻ, കർഷക ക്ലബ്ബ് പ്രവർത്തകർ, സ്ഥലമുടമ ബിജി രഘു എന്നിവർ പങ്കെടുത്തു. വിളവെടുപ്പ് വരെയുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും പരിപാലനത്തിനും വായനശാല പ്രവർത്തകരും ക്ലബ്ബ് പ്രവർത്തകരും ഉൾപ്പെട്ട കർഷക ക്ലബ്ബ് നേതൃത്വം നൽകും. പുന്നപ്രവയലാർ സമരനായകനും ദീർഘകാലം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന PK ചന്ദ്രാനന്ദന്റെ അനുസ്മരണ ദിനം ആചരിച്ചു. CPIM തകഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മങ്കൊമ്പിലായിരുന്നു അനുസ്മരണ സമ്മേളനം. മങ്കൊമ്പ് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം മുൻ MLA KK ഷാജു ഉദ്ഘാടനം ചെയ്തു. വിപ്ലവ ജ്വാലകൾ ഉയർന്നു തുടങ്ങിയ പുന്നപ്രയുടെ മണ്ണിൽ നിന്ന് വളർന്ന് അവിടെ ഒരു കയർ ഫാക്ടറി തൊഴിലാളിയായി ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് പുന്നപ്ര വയലാറിൻ്റെ തീക്ഷ്ണമായ ആ സമരജ്വാലയിലേക്ക് എടുത്തു ചാടി അവിടെ നിന്ന് വളർന്ന് കേരളമാകെ വളർന്ന് വികസിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു PKC. 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന വളരെ കുറച്ച് നേതാക്കന്മാരെ നമുക്കുണ്ട്. EMS ആയാലും LKG ആയാലും അങ്ങനെ നിലനിർത്തുന്നു. ആ ശ്രേണിയിൽ PKC എന്ന് പറഞ്ഞാൽ കേരളമാകെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. 15 വർഷക്കാലമാണ് അദ്ദേഹം ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയത്. വളരെ അപൂർവമായി ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇവിടെ എല്ലാം പറഞ്ഞതുപോലെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പിന്നീട് 1964 പാർട്ടി തുടങ്ങുന്നതിന് ശേഷം മരിക്കുന്നത് വരെ 2014 മരിക്കുന്നത് വരെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അനുസ്മരണ സമ്മേളനത്തിൽ KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AD കുഞ്ഞച്ചൻ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ, S സുധിമോൻ, റജി P വർഗീസ് എന്നിവർ സംസാരിച്ചു. കുട്ടനാടിന്റെ ആദ്യ MLA അന്തരിച്ച തോമസ് ജോണിന്റെ 43ാം അനുസ്മരണ സമ്മേളനം ജൂലൈ 11 നടത്തുമെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ തോമസ് ജോൺ പുരസ്കാരം IIM ബംഗളൂരു മുൻ ഡയറക്ടറും പുളിങ്ങുന്ന് പുന്നക്കുന്നം കാപ്പിൽ കോയിപ്പള്ളി കുടുംബാംഗവുമായ പ്രൊഫസർ J ഫിലിപ്പിന് സമ്മാനിക്കും. തോമസ് ജോൺ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 11 പുളിങ്ങുന്നിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ പുളിങ്ങുന്ന സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ കുർബാനയും ഖബറിടത്തിൽ ഒപ്പീസും നടക്കും. തുടർന്ന് പുളിങ്ങുന്ന് റോഡുമുക്കിൽ സ്ഥിതി ചെയ്യുന്ന തോമസ് ജോൺ സ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ സമ്മേളനം ആരംഭിക്കും. വള്ളംകളി രംഗത്തെ നിറസാന്നിധ്യമായ പുന്നക്കുന്നം പുളിവേലി വീട്ടിൽ ബേബിച്ചനെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. തോമസ് ജോണിന്റെ അനുസ്മരണം അദ്ദേഹത്തിന്റെ 43ാമത് ചരമവാർഷികം കഴിഞ്ഞ 42 ചരമവാർഷികങ്ങളും പിന്നിട്ട് 43ാമത് വർഷത്തേക്ക് കടക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂലൈ 11-ാം തീയതി തന്നെ നടത്തുന്നുണ്ട്. ഈ 11-ാം തീയതി നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ശവക്കല്ലറ പുഷ്പാർച്ചനയും അന്ന് പള്ളിയിൽ വിശുദ്ധ ബലി പ്രത്യേകമായിട്ട് ഉള്ള വിശുദ്ധ ബലിയും മറ്റ് കർമ്മങ്ങളും ആണ് അവിടെ ഉള്ളത്. അതിനുശേഷം പതിവ് പോലെ പുളിങ്കുന്ന ജങ്കാറിന് സമീപത്തുള്ള തോമസ് ജോൺ സ്തൂപത്തിൽ അത് ഞങ്ങളുടെ അവസാനത്തെ പുഷ്പാർച്ചനയാണ്. കാരണം പാലത്തോടനുബന്ധിച്ച് അത് എല്ലാം പൊളിച്ചു മാറ്റി അവിടെ പുഷ്പാർച്ചന നടത്തുന്നു. അവിടെ ചെറിയ ഒരു യോഗം നടത്തുന്നു. ആ യോഗത്തിൽ പ്രമുഖരായ നിരവധി ആളുകൾ എല്ലാ പാർട്ടിയുടെയും പ്രാതിനിധ്യത്തോടുകൂടി എല്ലാ സമുദായത്തിൻ്റെയും പ്രാതിനിധ്യത്തോടുകൂടി അവിടെ ഒരു സമ്മേളനം ഉണ്ടാവും. ഈ വർഷത്തെ തോമസ് ജോൺ പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ തീയതി പിന്നീട് അറിയിക്കുന്നതാണെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ, MP-മാർ, MLA-മാർ, പൊതുപ്രവർത്തകർ, സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അലക്സ് മാത്യു, AS വിശ്വനാഥൻ, ബാബു വടക്കേക്കളം, ജോൺ C ടിറ്റോ എന്നിവർ പങ്കെടുത്തു. ആതുര സേവന രംഗത്ത് തലവടിയുടെ സംഭാവനയായ ഡോക്ടർ ജോബിൻ അലക്സ് മോഹനെ ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആദരിച്ചു. കേരള ലൈസൻസ്ഡ് ഫിനാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, കേരള ലൈസൻസ്ഡ് ഫിനാൻസ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ചെയർമാൻ
AC മോഹൻ അഞ്ചിൽ, സ്റ്റേറ്റ് പ്രസിഡന്റ് J. ഹേമചന്ദ്രൻ നായർ, ഡോക്ടർ രേഖ, ഓമന മോഹൻ എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ ജോബിൻ അലക്സ് നിലവിൽ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഓർത്തോ വിഭാഗം സീനിയർ സർജനാണ്. വൃദ്ധനായ ഒരു രോഗിയുടെ ഏറെ സങ്കീർണമായ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഡോക്ടർ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.